الحمد لله الخلاق العليم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله وقال جل ثناؤه في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികൾ അള്ളാഹുവിൻ്റെ നാളുകളെ സംബന്ധിച്ച് സദാ ഓർമ്മയുള്ളവരായിരിക്കണം. അള്ളാഹുവിൻ്റെ നാളുകളെക്കുറിച്ച് ഓർക്കുക എന്നത് അള്ളാഹു കൽപ്പിച്ചൊരു കാര്യമാണ്. മാത്രമല്ല, അമ്പിയാക്കൾ അവരുടെ സമുദായത്തിനും ഈ ഓർമ്മപ്പെടുത്തലുകൾ നൽകിയിട്ടുള്ളതാണ്. എന്താണ് അള്ളാഹുവിൻ്റെ നാളുകൾ? വഅയ്യാമുല്ലാഹി തആല തശ്മലു നിഅമഹു സുബ്ഹാനഹു ഫീഹിം വഅദാബഹു ലിഅഅദാഇഹിം വവഖാഇഅഹു സുബ്ഹാനഹു ഫിൽ ഖുറൂനിൽ ഊലാ.
അതാണ് അയ്യാമുള്ള എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സമൂഹത്തിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങിയ നാളുകൾ, അതുപോലെ ഒരു സമൂഹത്തിൻ്റെ ശത്രുക്കൾക്കെതിരിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ നാളുകൾ, കഴിഞ്ഞുപോയ സമൂഹങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ കടന്നു വന്ന നാളുകൾ, ഈ നാളുകളെയാണ് അയ്യാമുള്ള എന്ന് പറയുക. ഈ നാളുകളെക്കുറിച്ച് ഓർക്കുക, നിരന്തരമായി ആ സ്മരണ ഉണ്ടാവുക എന്നത് സത്യവിശ്വാസികൾക്ക് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങിയ നാളുകളെക്കുറിച്ചുള്ള ഓർമ്മ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുവാൻ കാരണമായി തീരും. ശത്രുക്കൾക്കെതിരിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയും അള്ളാഹുവിൻ്റെ കോപവും ഇറങ്ങിയ നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനെതിരായി ജീവിക്കുന്നതിൽ നിന്നുമുള്ളൊരു ഭയം വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാനും സമ്പൂർണമായി റബ്ബിലേക്ക് കീഴൊതുങ്ങാനും അവനെ പ്രേരിപ്പിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കുന്നതോടൊപ്പം അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക എന്നത് കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് വർഷിക്കുവാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുവാൻ കാരണമാകുന്നതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് പ്രവാചകന്മാരുടെ ഖസസുകൾ ധാരാളം ഖുർആൻ പറഞ്ഞത് കാണാം. ആ ഖസസുകളിലെല്ലാം പ്രവാചകന്മാർ അവരോട്, തങ്ങളുടെ സമൂഹത്തോട് കഴിഞ്ഞുപോയ ഉമ്മത്തിന് വന്ന അപജയങ്ങളും അത് ആ ഉമ്മത്തിന് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഓർക്കാൻ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രവാചകന്മാർ പ്രേരിപ്പിച്ചത് കാണാം. മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തെ അള്ളാഹുവിൻ്റെ ദിവസങ്ങളെ ഓർക്കണം, അള്ളാഹുവിൻ്റെ നാളുകളെക്കുറിച്ച് ഓർക്കണം, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്മരിക്കണമെന്ന് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സൂറത്ത് അറാഫിന്റെ 69-ാമത്തെ വചനം, വദ്കുറൂ ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹിൻ വസാദകും ഫിൽ ഖൽഖി ബസ്ത ഫദ്കുറൂ അലാ അല്ലാഹി ലഅല്ലകും തുഫ്ലിഹൂൻ. മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയ്ക്ക് ശേഷം നിങ്ങളെ അവൻ പിൻഗാമികളാക്കുകയും സൃഷ്ടിയിൽ അവൻ നിങ്ങൾക്ക് ശാരീരിക വികാസം വർദ്ധിപ്പിക്കുകയും ചെയ്തത് നിങ്ങൾ ഓർത്തു നോക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശക്തമായ പ്രബോധനങ്ങൾക്ക് കീഴൊതുങ്ങാതെ ധിക്കാരികളായി തീർന്ന സമുദായത്തിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ശിക്ഷ വരികയും ശേഷിച്ച വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ പ്രാതിനിധ്യം കൊടുക്കുകയും നൂഹ് നബിയുടെ സമുദായത്തിൽ നിന്ന് വ്യത്യസ്തമായി ശാരീരികമായ വികാസം, ശാരീരികമായ വർധനവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൂദ് നബിയുടെ സമുദായമായ ആദ് സമൂഹത്തിന് കൃത്യമായി നൽകി. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഹൂദ് നബി അവരോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് നൂഹ് നബിയുടെ കാലഘട്ടത്തിന് ശേഷമുള്ള സമുദായമായി ഭൂമിയിൽ നിങ്ങൾക്ക് അള്ളാഹു വാസയോഗ്യമാക്കി നിങ്ങൾക്ക് അവിടെ വാസസ്ഥലം ഒരുക്കി തരുകയും നിങ്ങളുടെ ശാരീരികമായി തന്നെ അള്ളാഹു ശക്തി പ്രാപിക്കുകയും ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളുടെ സൃഷ്ടിപ്പ് വികസിപ്പിക്കുകയും ചെയ്തു തന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾക്ക് വിജയം പ്രാപിക്കണോ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തണമെന്ന് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തോട് ഉത്ബോധിപ്പിച്ചു. പക്ഷേ ആ ഉത്ബോധനം കേൾക്കാൻ അവർ സന്നദ്ധരായില്ല. അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തിൻ്റെ മേൽ മതിമറന്നു അവർ. ആ അനുഗ്രഹങ്ങളുടെ പേരിൽ അവർ അഹങ്കരിച്ചു.
അവസാനം അല്ലാഹുവിന്റെ ശിക്ഷ വന്നു. പരിശുദ്ധ ഖുർആൻ ശക്തമായി ആ വിഷയം പല സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശക്തമായ കാറ്റടിച്ചുകൊണ്ട് സബഅ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സ്വറഅ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, സബഅ ലയാലിൻ വ സമാനിയത അയ്യാമിൻ, 7 രാത്രിയും 8 പകലും ഉഗ്രമായി അടിച്ചു വീശിയ ശീതക്കാറ്റേറ്റ് ആ ശക്തന്മാരായ ആളുകൾ ഭൂമിയുടെ പുറത്ത് ചത്തുമലച്ചു കിടക്കുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ ശക്തമായി ലോകത്തിന് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ധിക്കാരം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നിഷേധ സമീപനം സ്വീകരിക്കുന്ന സമുദായത്തോട് അല്ലാഹുവിന്റെ നടപടി എങ്ങനെയായിരിക്കുമെന്നാണ് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽ നിന്ന് വിശ്വാസി സമൂഹം പാഠം ഉൾക്കൊള്ളേണ്ടത്. അതിനുശേഷം അല്ലാഹു സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതും പരിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിന്റെ 74-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞു കൊടുക്കുകയാണ്, വദ്കുറൂ ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദ് വബവഅകും ഫിൽ അർദ് തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറാ വതൻഹിതൂനൽ ജിബാല ബുയൂതാ ഫദ്കുറൂ ആലാ അല്ലാഹ് വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തായിരുന്നു സാലിഹ് നബി പറഞ്ഞ വചനം? ആദ് സമുദായത്തിന് ശേഷം അവൻ നിങ്ങളെ പിൻഗാമികളാക്കിയിരിക്കുന്നു. ഭൂമിയിൽ ധിക്കാരികളായി ജീവിച്ച ആദ് സമൂഹത്തെ നശിപ്പിച്ച് ശേഷം നിങ്ങളെ അല്ലാഹു ഭൂമിയിൽ പിൻഗാമികളാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾക്കവൻ ഭൂമിയിൽ വാസസ്ഥലം ഒരുക്കി തരുകയും ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കുകയും ചെയ്യുക. അതിലെ സമതലങ്ങളിൽ നിങ്ങൾ സൗധങ്ങൾ ഉണ്ടാക്കുന്നു, മലകൾ വെട്ടിയെടുത്ത് നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കുക. നിങ്ങൾ നാശകാരികളായിക്കൊണ്ട് ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കരുത്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞ വർത്തമാനമാണിത്. സ്വാലിഹ് നബിയുടെ ജനങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ സൗദി അറേബ്യയിലുള്ള മദായിന് സ്വാലിഹിലേക്ക് പോയാൽ കാണാൻ കഴിയും. വിശാലമായ മേഖലകളിൽ അവർ പടുത്തുയർത്തിയ മണിസൗധങ്ങൾ, പർവ്വതങ്ങൾ തുറന്നുണ്ടാക്കിയ വീടുകൾ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വളരെ ശക്തന്മാരായിരുന്നു ആ ആളുകൾ. ആ ആളുകൾക്ക് ലഭിച്ച പോലെ അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ മറ്റു സമുദായത്തിൽ ലഭിച്ചിട്ടുണ്ടാകുമോ എന്നത് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇല്ല, അങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിക്കൊടുത്തിട്ട് ആ അനുഗ്രഹങ്ങളോട് നന്ദി രേഖപ്പെടുത്തേണ്ടതിന് പകരം തങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധിക്കാരം പ്രവർത്തിച്ചു ആ ആളുകൾ. ആ ധിക്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിക്ഷ നൽകുകയും ചെയ്തു. ഇത് സ്വാലിഹ് നബിയുടെ സമുദായത്തോട് സ്വാലിഹ് നബി പറയുകയാണ്, നിങ്ങൾ ഓർക്കണം ഈ സന്ദർഭം അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ. മാത്രമല്ല, അതിനുശേഷം അല്ലാഹു ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ച സംഭവം പരിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിന്റെ 86-ാമത്തെ ആയത്തിൽ പറയുന്നു. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മദിയനിലേക്ക് യാത്രയാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുമ്പോൾ ശുഐബ് നബി തന്റെ ജനതകളോട് പറഞ്ഞൊരു വാചകമുണ്ട്, വദ്കുറൂ ഇദ് കുന്തും ഖലീലൻ ഫകഥറകും വൻളുറൂ കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ. ഏ സമുദായമേ, വദ്കുറൂ ഇദ് കുന്തും ഖലീലൻ, നിങ്ങൾ വളരെ കുറവായിരുന്നു, നിങ്ങൾ ഓർക്കണം. ഫകഥറകും, അല്ലാഹു നിങ്ങളെ വർദ്ധിപ്പിച്ചു. വൻളുറൂ കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ, എങ്ങനെയായിരുന്നു കഴിഞ്ഞുപോയ സമൂഹത്തിന്റെ അവർക്ക് വന്നു ഭവിച്ച ശിക്ഷ എപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾ ശരിക്ക് പരിശോധിക്കണം, നിങ്ങൾ ചിന്തിക്കണമെന്ന് അല്ലാഹു ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവിലൂടെ അദ്ദേഹത്തിന്റെ ജനതയെ ഉദ്ബോധിപ്പിച്ചു. മാത്രമല്ല, മറ്റൊരിക്കൽ മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, വയാ ഖൗമി ലാ യജ്രിമന്നകും ശിഖാഖി അൻ യുസീബകും മിസ്ലു മാ അസ്വാബ ഖൗമ നൂഹിൻ ഔ ഖൗമ ഹൂദിൻ ഔ ഖൗമ സ്വാലിഹ്
വമാ ഖൗമു ലൂത്തിൻ മിൻകും ബിബഈദ്. സൂറത്ത് ഹൂദിന്റെ 89-ാമത്തെ ആയത്താണ്. മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം പറയാണ്, എന്റെ ജനങ്ങളെ, നൂഹിന്റെ ജനതക്കോ ഹൂദിന്റെ ജനതക്കോ സാലിഹിന്റെ ജനതക്കോ ബാധിച്ചതുപോലുള്ള ശിക്ഷ നിങ്ങൾക്കും ബാധിക്കുവാൻ എന്നോടുള്ള മത്സര്യം നിങ്ങൾ കിടവരുത്താതിരിക്കട്ടെ. ലൂത്തിന്റെ ജനത നിങ്ങളിൽ നിന്ന് അകലെയല്ല താനും. ശുഐബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ ഓർക്കണം ജനങ്ങളെ, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിന് വന്നു ഭവിച്ചത്, സ്വാലിഹ് നബിയുടെ സമുദായത്തിന് വന്നു ഭവിച്ചത്, മാത്രമല്ല നൂഹ് നബിയുടെ സമുദായത്തിന് വന്നു ഭവിച്ചത്, നിങ്ങളുടെ തൊട്ടടുത്ത് അല്പം ദൂരെ മാത്രം കാണുന്ന ലൂത്ത് നബിയുടെ സമുദായത്തിന് വന്നു ഭവിച്ചത്, ഇതെല്ലാം നിങ്ങൾ ഓർത്തോളണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ച് നിങ്ങളുടെ ഈ അനുഗ്രഹങ്ങളോടുള്ള വല്ലാത്ത സമീപനം, അത് നിങ്ങൾ എന്നെ എതിരായി പ്രവർത്തിക്കുവാനും അങ്ങനെ എന്നോടുള്ള മാത്സര്യം നിങ്ങൾക്ക് അത്തരമൊരു ശിക്ഷ വരുത്താൻ കാരണമാകും എന്ന് മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയെ ഉത്ബോധിപ്പിച്ചു. പക്ഷെ ധിക്കാരികളായ സമൂഹം സ്വീകരിച്ചില്ല. അള്ളാഹുവിന്റെ ശിക്ഷ ശക്തമായി അവരെയും പിടികൂടിയെന്ന് കാണാം. മാത്രമല്ല മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രയേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതും ഖുർആൻ പറയുകയാണ്, വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ അൻ അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ വദക്കിർഹും ബിഅയ്യാമില്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നാം നിയോഗിച്ചു. എന്തായിരുന്നു ദൃഷ്ടാന്തം കേൾപ്പിച്ചുകൊണ്ട് വിളിച്ചു പറയാൻ പറഞ്ഞത്? എന്തായിരുന്നു മൂസ നബിയെ ഏൽപ്പിച്ച ദൗത്യം? അൻ അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇരുട്ടുകളിൽ കിടക്കുന്ന, അന്ധകാരങ്ങളിൽ കിടക്കുന്ന ബനു ഇസ്രായേലുകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ, വെളിച്ചത്തിലേക്ക് പുറത്തു കൊണ്ടുവരാനാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഏൽപ്പിക്കപ്പെടുന്നു. മാത്രമല്ല വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്, അല്ലാഹുവിന്റെ ദിനങ്ങളെ, അല്ലാഹു അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങളുടെ സുദിനങ്ങളെ അവരോട് ഓർക്കാൻ പറഞ്ഞു കൊടുക്കുന്നു മൂസാ നബി. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. തീർച്ചയായും തികഞ്ഞ ക്ഷമാശീലർക്കും ഏറെ നന്ദിയുള്ളവരുമായ എല്ലാവർക്കും അതിൽ ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹുവിന്റെ ദിവസങ്ങളെ ഓർക്കണം. എന്തായിരുന്നു ദിവസങ്ങൾ? പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാമ മൂസാ യൗമൻ ഫീ ഖൗമിഹി ഫദക്കറഹും ബിഅയ്യാമില്ലാഹ് വഅയ്യാമുല്ലാഹി നഅമാഉഹു. അള്ളാഹുവിന്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ സന്ദർഭങ്ങളാണ്. ഈ സന്ദർഭങ്ങൾ ഓർക്കാൻ അള്ളാഹു അവരോട് കൽപ്പിക്കുകയാണ്. എന്തിനായിരുന്നു അത്? നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ കാണാം, ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിച്ച വിഭാഗം ബനു ഇസ്രായേലുകളായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇത്രയധികം ആസ്വദിച്ചൊരു സമുദായം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ إِذْ جَعَلَ فِيكُمْ أَنْبِيَاءَ وَجَعَلَكُمْ مُلُوكًا وَآتَاكُمْ مَا لَمْ يُؤْتِ أَحَدًا مِنَ الْعَالَمِينَ. ഓ ബനു ഇസ്രായേലുകളെ, നിങ്ങൾ ഓർത്തു വെച്ചോളൂ, നിങ്ങൾ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ സ്മരിക്കൂ. മാത്രമല്ല ആ അനുഗ്രഹങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു നിങ്ങളിലാണ് പ്രവാചകന്മാരെ ആക്കി തന്നിട്ടുള്ളത്. ബനു ഇസ്രായേലുകളാണ് ധാരാളം പ്രവാചകന്മാർ വന്നത്. മാത്രമല്ല ആ സമുദായത്തിലാണ് രാജാക്കന്മാരുണ്ടായത്. മാത്രമല്ല ലോകത്തൊരാൾക്കും കൊടുക്കാത്ത പലതും അല്ലാഹു അവർക്ക് നൽകുകയും ചെയ്തു. ധാരാളം അനുഗ്രഹങ്ങൾ. ഈ സന്ദർഭങ്ങളെല്ലാം നിങ്ങൾ ഓർത്തു വെക്കണമെന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തായിരുന്നു അത് ഓർക്കാനുള്ള കാരണം? അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയുള്ളവരായി തീരാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ നന്ദിയുള്ളവരായി തീരാൻ നിങ്ങളെ പ്രേരിപ്പിക്കാനായിരുന്നു എന്ന്
മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ദിവസങ്ങളെക്കുറിച്ച്, നാളുകളെക്കുറിച്ച് സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറഞ്ഞു. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിക്കണം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വരുന്ന മുഴുവൻ പ്രവാചകന്മാരും തൻ്റെ സമുദായത്തോട് ശക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കാനും സമുദായത്തിനെ എതിർത്തു വന്ന ശത്രുക്കൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷകളെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകണമെന്നും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ, വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ. വദ്കുറൂ, നിങ്ങൾ ഓർക്കണം, നിഅമതല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം എന്തായിരുന്നു അത്? ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ ശത്രുക്കളായിരുന്നു, നിങ്ങൾ കടിച്ചു കീറാൻ നിൽക്കുന്ന ഹിംസ്ര ജീവികളെ പോലെയായിരുന്നു. മാസങ്ങളോളം എന്നല്ല വർഷങ്ങളോളം നിരന്തരമായി യുദ്ധം ചെയ്ത അക്രമിയായ സമൂഹമായിരുന്നു നിങ്ങൾ. പക്ഷേ അല്ലാഹു ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ ഇണക്കി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ, അല്ലാഹു നിങ്ങളെ സഹോദരങ്ങളാക്കി തീർത്തു അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ. ഇതൊരു മഹാ അനുഗ്രഹമായി മുസ്ലിം സമുദായമേ നിങ്ങൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞുപോയ സ്വഹാബത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കാൻ പറഞ്ഞൊരു യാഥാർത്ഥ്യമാണിത്. എല്ലാ കാലഘട്ടത്തിലുമുള്ള മുസ്ലിം സമുദായം ഓർത്തു വെക്കേണ്ടതാണിത്. അല്ലാഹു നൽകിയ ഈ ഉമ്മത്തിന് നൽകിയ വലിയ അനുഗ്രഹമായിരുന്നു. പരസ്പരം ശത്രുക്കളായിരുന്ന ആളുകൾ മിത്രങ്ങളാക്കി, സഹോദരങ്ങളാക്കി മാറ്റി അവർക്കിടയിൽ അനുഗ്രഹം നൽകിയത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല വീണ്ടും ഖുർആൻ പറഞ്ഞു, വദ്കുറൂ ഇദ് അൻതും ഖലീലുൻ, ശ്രദ്ധിക്കണം, വദ്കുറൂ ഇദ് അൻതും ഖലീലുൻ മുസ്തദ്അഫൂന ഫിൽ അർള് തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസ് ഫആവാകും വഅയ്യദകും ബിനസ്രിഹി വറസഖകും മിനത് ത്വയ്യിബാത് ലഅല്ലകും തഷ്കുറൂൻ. നമ്മളോട് ഓർക്കാൻ പറഞ്ഞ കാര്യമാണിത്. ഏയ് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളോട് അല്ലാഹു നിരന്തരമായി ഓർക്കാൻ പറഞ്ഞൊരു കാര്യമാണിത്. എന്താണത്? വദ്കുറൂ, നിങ്ങൾ ഓർക്കണം, ഇത് അൻതും ഖലീലുൻ മുസ്തദ്അഫൂന ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ ബലഹീനരായി ഗണിക്കപ്പെട്ടിരുന്ന കുറച്ചു പേർ മാത്രമായിരുന്നു. യാതൊരു ശക്തിയുമില്ലാതെ അടിച്ചമർത്തപ്പെടാൻ ഏറെ പ്രയാസമില്ലാത്ത വിഭാഗമായി, വളരെ ബലഹീനരായി, ദുർബലരായി, വളരെ ചുരുങ്ങിയ ന്യൂനപക്ഷമായി നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ്. തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസ്, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുത്തു പോകുമോ എന്ന് നിങ്ങൾ പേടിച്ചിരുന്നു. ഖുർആൻ പറയാൻ, ജനങ്ങളെല്ലാരും കൂടി നിങ്ങളെ റാഞ്ചിയെടുത്തു പോകുമെന്ന് നിങ്ങൾ പേടിച്ചിരുന്നു. ഫആവാകും, അല്ലാഹു നിങ്ങൾക്ക് അഭയം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്രയം നൽകി നിങ്ങൾക്ക്. വഅയ്യദകും ബിനസ്രിഹി, അവന്റെ സഹായം കൊണ്ട് അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തി. വറസഖകും മിനത് ത്വയ്യിബാത്, വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് അവൻ ഉപജീവനം നൽകുകയും ചെയ്തു. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഏയ് മുസ്ലിം സമുദായത്തിലെ ഓരോ മെമ്പർമാരും ഓർത്തു വെക്കേണ്ടതാണ്. ഇന്നലകൾ, കഴിഞ്ഞുപോയ സന്ദർഭങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായം ഏറെ പ്രയാസങ്ങളുടെ നടുവിലൂടെ മുന്നോട്ട് പോയപ്പോ ജനങ്ങൾ കൂട്ടത്തോടെ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി കളയുമോ എന്നുവരെ പേടിച്ചു പോയിരുന്ന ഒരു സമുദായം
ആ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മഹാനുഗ്രഹമായി ഖുർആൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്കല്ലാഹു ഭൂമിയിൽ ആശ്രയം നൽകി എന്നത് വലിയ അനുഗ്രഹമാണ്. അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയിൽ ആശ്രയം നൽകി കഴിഞ്ഞില്ല, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകി, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള സഹായം മാത്രമല്ല, നിങ്ങൾക്ക് വിശിഷ്ടമായ ഭക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു. നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇതൊരു കാര്യം ഓർക്കാൻ. മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു റസൂലുള്ളാഹിനോട്, ഖുൽ, നബിയെ നീ പറയണം, ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട് പറഞ്ഞു കൊടുക്കണം, യഗ്ഫിറൂ ലില്ലദീന ലാ യർജൂന അയ്യാമല്ലാഹ്, അല്ലാഹുവിന്റെ ദിനങ്ങളെ ഓർക്കാത്ത ആളുകളോട്, സത്യനിഷേധികൾക്ക് നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കണം. സത്യവിശ്വാസികൾ മാപ്പ് ചെയ്തു കൊടുക്കണം. എന്തിന്? ലിയജ്സിയ ഖൗമൻ ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിനുള്ള പ്രതിഫലം ഒരു സമൂഹത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. ഈ സമുദായം മറന്നുപോയ രണ്ട് പാഠങ്ങളാണത്. മുസ്ലിം സമുദായം അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ മറന്നുപോയി. മുസ്ലിം സമുദായം അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചുപോയി. അല്ലാഹു നൽകിയ മഹാനുഗ്രഹമായിരുന്നു ഭൂമിയിൽ അല്ലാഹു നിങ്ങൾക്ക് നല്ല ആശ്രയം നൽകുകയും നിങ്ങളെ സഹായിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങളെ ഏറ്റവും ശക്തിയിലേക്ക് അല്ലാഹു കൊണ്ടുവന്നു. പക്ഷേ അനുഗ്രഹങ്ങളോട് നിഷേധ സമീപനം സ്വീകരിച്ചു. നിങ്ങൾ അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് നിങ്ങൾ വില കൽപ്പിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ വേണ്ട വിധത്തിൽ നിങ്ങൾ ഭുജിക്കുക മാത്രമേ ചെയ്തുള്ളൂ. നിങ്ങൾ നന്ദിയുള്ളവരായില്ല. ആ നന്ദിയുള്ളവരാകാത്തതിനാൽ അല്ലാഹു നിങ്ങൾക്ക് ശക്തമായ ശിക്ഷ നൽകുകയാണ്. രണ്ടാമത്തെ വിഷയം, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ബോധവുമില്ലാതെ റബ്ബിനെതിരായ സമീപനം സ്വീകരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ മാപ്പ് കൊടുത്തേക്ക്, നിങ്ങൾ വിട്ടുകൊടുത്തേക്ക്. അവർക്കെതിരെ നടപടിയെടുക്കേണ്ടവൻ ഞാനാണ്, ഞാൻ നടപടിയെടുത്തുകൊള്ളാം. അത് അല്ലാഹുവിന്റെ പ്രഖ്യാപനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, നബിയെ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്ക്, അമ്മാറിനെയും യാസിറിനെയും അതുപോലെ സുഹൈബിനെയും അതുപോലെ അബൂജന്തലിനെയും അതുപോലെ ബിലാലിനെയും തുടങ്ങുന്ന മഹാരഥന്മാരായ സ്വഹാബിവര്യന്മാരെ നിഷ്ഠൂരമായി ആക്രമിച്ച സമുദായത്തോട് മാപ്പ് കൊടുക്ക് നബിയെ. എന്തിനവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം? നിങ്ങൾ തിരിച്ചു ചോദിക്കണ്ട. അതിനുള്ള കൃത്യമായ പ്രതിഫലം കൊടുക്കുന്ന നമ്മളാണ്. അല്ലാഹ് പറയുകയാണ്, ലിയജ്സിയ ഖൗമൻ ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചതിനുള്ള ഒരു സമുദായം ചെയ്ത തോന്നിവാസത്തിന് അവർക്ക് മറുപടി കൊടുക്കേണ്ടത്, പ്രതിഫലം കൊടുക്കേണ്ടത് അല്ലാഹുവാണ്. ആ പണി അവനെ വിട്ടുകൊടുത്തേക്ക്. നിങ്ങളതിൽ പേടിക്കേണ്ടതില്ല, നിങ്ങളതിൽ വിഷമിക്കേണ്ടതില്ല. നിങ്ങളോട് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നല്ല നന്ദി രേഖപ്പെടുത്തിക്കോളൂ എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അനുഗ്രഹങ്ങൾക്ക് നിഷേധ സമീപനം സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചെടുക്കും. എൻ്റെ സഹോദരന്മാർ ശ്രദ്ധിച്ചോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാളുകളുടെ ഉദാഹരണം പറഞ്ഞു. ഒന്ന് അഖറ, മറ്റൊന്ന് അബ്റസ്, മറ്റൊന്ന് അഅമ. മൂന്നാളുകൾ. ഒരാൾ അന്ധനാണ്, ഒരാൾ കഷണ്ടിക്കാരനാണ്, ഒരാൾ വെള്ളപ്പാണ്ടുകാരനാണ്. അല്ലാഹു മൂന്നാളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ കൊടുത്ത ചില ന്യൂനതകളാണ്. അല്ലാഹു അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു അവരെ പരീക്ഷിച്ചു. എങ്ങനെ പരീക്ഷിച്ചു? മലക്കവരുടെ മുന്നിലേക്ക്, ഓരോരുത്തരുടെയും മുന്നിലേക്ക് അവരവരുടെ രൂപത്തിലേക്ക് ചെന്നു അത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബറസിന്റെ അടുത്ത്, വെള്ളപ്പാണ്ടുകാരന്റെ രൂപത്തിൽ മലക്ക് ചെല്ലുകയാണ്. ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പറയാണ്, മലക്ക് അവരെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുകയാണ്. മലക്ക് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പ്രയാസം? അയാൾ പറഞ്ഞു, കണ്ടില്ലേ, എൻ്റെ ശരീരം വെള്ളപ്പാണ്ടാണ്, എനിക്ക് ആളുകളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റൂല, ആളുകൾ എന്നെ കളിയാക്കുന്നു. അപ്പോൾ മലക്ക് അയാളെ ഒന്ന് തടകിയതോടെ അയാളുടെ വെള്ളപ്പാണ്ട് മാറി. അയാൾ ആവശ്യപ്പെട്ട രൂപത്തിൽ നല്ല തോല അയാൾക്ക് കൊടുത്തു.
അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രകാരം ചോദിച്ചു, മലക്ക് എന്ത് വേണം നിങ്ങൾക്ക്? എനിക്കൊരു ഒട്ടകത്തെ വേണം. ഗർഭിണിയായ ഒരു ഒട്ടകത്തെയും അവർക്ക് കൊടുത്തു അത്രേ. രണ്ടാമത്തെ ആളെടുത്ത് ചെന്നു, കഷണ്ടിക്കാരൻ്റെ അടുത്ത് ചെന്നു. മലക്ക് ചോദിച്ചു, എന്താ നിങ്ങളെ പ്രയാസം? അയാൾ പറഞ്ഞു, കണ്ടില്ലേ എൻ്റെ തലയിൽ മുടിയില്ല, ആളുകളൊക്കെ കളിയാക്കുകയാണ്. മലക്ക് അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് നല്ല മുടി വേണം. മലക്ക് അയാളെ ഒന്ന് തടവി, അതോടെ അയാൾക്ക് നല്ല മുടിയായി. അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേണം? എനിക്കൊരു പശുവിനെ കിട്ടിയാൽ കുഴപ്പമില്ല. ഉടൻ പറഞ്ഞു മലക്ക് ഗർഭിണിയായ ഒരു പശുവിനെ അയാൾക്ക് കൊടുത്തു അത്രേ. മൂന്നാമനായ അന്ധൻ്റെ അടുത്തേക്ക് മലക്ക് ചെന്നു. അയാളോടും വിഷയങ്ങൾ പറഞ്ഞു. അയാളെയും മലക്ക് തടകി, അതോടെ അയാളുടെ കാഴ്ച തിരിച്ചു കിട്ടി. അയാളോട് ചോദിച്ചപ്പോൾ ഒരു ആട് വേണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അള്ളാഹു കൊടുത്ത ഈ അനുഗ്രഹങ്ങൾ ഈ മൂന്നാളുകൾക്കും വർധനവ് ബറക്കത്ത് ധാരാളമായി കിട്ടി. ഒട്ടകം പ്രസവിച്ച് അതിൻ്റെ മക്കൾ വർദ്ധിച്ച് അയാൾ വലിയ സമ്പന്നനായി. രണ്ടാമത്തെ ആളും സമ്പന്നനായി, മൂന്നാമത്തെ ആളും സമ്പന്നനായി. അതിനുശേഷം അള്ളാഹു മലക്കിനെ രണ്ടാമത് വരെ പരീക്ഷിക്കാൻ വിടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാർ, ഗൗരവത്തോടുകൂടി കേൾക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ ഈ സംഭവം ഇതൊരു കെട്ടുകഥയല്ല, ഈ യാഥാർത്ഥ്യമാണ്. ഹബീബ് കള്ളം പറയുന്ന ആളല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വെള്ളപ്പാണ്ടുകാരൻ്റെ അടുത്ത് മലക്ക് വെള്ളപ്പാണ്ടുകാരൻ്റെ രൂപത്തിൽ ചെന്നു. അയാളോട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ കുറെ ദൂരെ നിന്ന് വരികയാണ്. ഇത് കണ്ട മാത്രയിൽ ഇയാളോട് ദേഷ്യപ്പെട്ടു അത്രേ. അയാൾ പറഞ്ഞു, അല്ല, നിങ്ങളും ഒരു കാലത്ത് വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ? നിങ്ങൾക്കും അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലേ ഈ കാണുന്നത്? ഉടനെ അയാൾ പറഞ്ഞു, എനിക്കോ? എൻ്റെ തോല് കണ്ട പറയോ? ഞാൻ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ, ഞങ്ങളെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും സുന്ദരന്മാരാണ്. നീ നുണ പറയുകയാണ്, നീ ആവശ്യമില്ലാത്ത വർത്തമാനം പറയണ്ട, പോവിടുന്ന് കടന്ന്. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ദൂരെ എത്തണം, ഒരൊട്ടകത്തെ തരുമോ? ഈ സമ്പത്ത് റബ്ബ് തന്നതല്ലേ? അയാൾ പറഞ്ഞു, അല്ല, പരമ്പരാഗതമായി ഞങ്ങൾ സമ്പന്നന്മാരാണ്, ഒരു തെരുമ്പ് തരൂല നിനക്ക് എന്ന് പറഞ്ഞു. ഉടനെ മലക്ക് പറഞ്ഞു, നീ പറഞ്ഞത് കളവാണെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ മടക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു അയാളെ പഴയ അവസ്ഥയിലേക്ക്, വെള്ളപ്പാണ്ടുകാരനായ ദരിദ്രനായി മാറിയ മനുഷ്യൻ മലക്ക് രണ്ടാമൻ്റെ അടുത്ത് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാളോടും ഇതുപോലെ സംസാരിച്ചു. അയാളും ഇതേ രൂപത്തിൽ പ്രതികരിച്ചു. അള്ളാഹു അയാൾക്ക് കൊടുത്ത അനുഗ്രഹം പിൻവലിച്ചു. മൂന്നാമനായ അന്ധൻ്റെ അടുത്തേക്ക് മലക്ക്, കണ്ണ് കാണാൻ പറ്റാത്തൊരു മനുഷ്യൻ തപ്പിത്തടഞ്ഞു വരുന്നത് പോലെ മലക്ക് അയാളുടെ മുന്നിലേക്ക് വരുന്നത് കണ്ട് ആ മനുഷ്യൻ ഓടിയിറങ്ങി വന്നു. ഇയാളുടെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന് അയാളുടെ റൂമിലേക്ക് കയറ്റിയിരുത്തി ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾക്കറിയുമോ, കുറെ കാലം മുമ്പ് അന്ധതയുടെ പ്രയാസം അറിഞ്ഞവനാണ് ഞാൻ. കണ്ണ് കാണാതെ കഷ്ടപ്പെട്ടവനായിരുന്നു ഞാൻ. എൻ്റെ റബ്ബ് എനിക്ക് കാഴ്ച നൽകിയതാണ്. നിങ്ങളുടെ അന്ധത എനിക്കറിയാം. എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഉടനെ അയാൾ പറഞ്ഞു, എനിക്ക് കുറെ ദൂരം പോണം, ഒരാടിനെ തരുമോ? ഒരാടോ? ഈ കാണുന്നത് മുഴുവനും എൻ്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്. വേണ്ടതൊക്കെ എടുത്തോളൂ, വേണ്ടത് മുഴുവനും എടുത്തുകൊണ്ട് പോയിക്കോളൂ. അള്ളാഹു എനിക്ക് നൽകിയതാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ തൃപ്തികരമായി സ്വീകരിച്ചു എന്നാണ്. അയാളുടെ രണ്ട് സഹോദരങ്ങൾക്ക്, രണ്ടാളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ ഈ മനുഷ്യൻ അള്ളാഹു അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹം കൊടുത്തു. ഓ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, എത്ര അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ ഒരു ദിവസമെങ്കിലും? റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളുടെ ദിവസങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട വലിയ അനുഗ്രഹങ്ങളുടെ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പ്രയാസങ്ങൾ ഉണ്ടായ സന്ദർഭത്തിലെല്ലാം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ഓർത്തു വെക്കുകയും അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആളുകളെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക എന്നത് നമുക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ പ്രചോദനം നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹു നിങ്ങളോട് അറിയിച്ചു തരികയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വഇൻ കഫർതും, നിങ്ങൾ അവിശ്വാസികളായി തീർന്നാൽ അഥവാ നന്ദി കേട് കാണിക്കുന്നവരായാൽ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ അത് വളരെ കഠിനമാണ് എന്ന് നിങ്ങൾ അറിയണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി ജീവിച്ചാൽ റബ്ബ് അവർക്ക് വലിയ സഹായവും സന്തോഷവും നൽകുമെന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഒരൊറ്റ കാര്യം മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവിടെ കാലഘട്ടത്തിനു മുമ്പും ശേഷവും റോമക്കാരും പേർഷ്യക്കാരും ശക്തമായ യുദ്ധത്തിലായിരുന്നു. അറേബ്യൻ ഉപദ്വീപിൻ്റെ പല ഭാഗങ്ങളും തങ്ങളുടെ അധീനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി രണ്ട് കക്ഷിക്കാരും ശക്തമായ യുദ്ധം. മുസ്ലിം സമുദായത്തിന് റോമക്കാരോട് ഒരു പ്രത്യേക അനുഭാവമുണ്ട്. കാരണം റോമക്കാർ അഹ്ലു കിതാബുകളായതുകൊണ്ട്, അഹ്ലു കിതാബുകൾ വേദക്കാരായ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരോട് മുസ്ലിമീങ്ങൾക്കൊരു അനുഭാവമുണ്ടായിരുന്നു. പേർഷ്യക്കാർ അഗ്നി ആരാധകരായതുകൊണ്ട് മുശ്രിക്കുകൾക്ക് അവരോടായിരുന്നു താല്പര്യം. അങ്ങനെ ഹിജ്റയുടെ 5-ാം വർഷം പേർഷ്യക്കാർ റോമക്കാരെ മലർത്തിയടിച്ചു. റോമക്കാർ പരാജയപ്പെട്ടു, പേർഷ്യക്കാർ വിജയം വരിച്ചു. ഈ വിജയം വരിച്ചപ്പോൾ മുസ്ലിം സമുദായത്തിന് മുഴുവനും വല്ലാത്ത പ്രയാസമായി. മുശ്രിക്കുകൾ അടങ്ങിയിരുന്നില്ല, അവരാഹ്ലാദത്തിമർപ്പിലായി. മുസ്ലിമീങ്ങൾക്കെതിരെ ആഹ്ലാദിക്കാൻ കിട്ടിയ ഒരു സന്ദർഭമായിരുന്നു അവർ. ആ ആഹ്ലാദിക്കുന്നതോടൊപ്പം തന്നെ അവർ വിശ്വാസികളെ പരിഹസിക്കുകയും ചെയ്തു. ശക്തമായ പരിഹാസം കൊണ്ട് മുസ്ലിമീങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിൻ്റെ 6 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തുടക്കം അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി മിൻ ബഅദിഹിം മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ في بضع سنين لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم وعد الله لا يخلف الله وعده ولكن أكثر الناس لا يعلمون. പരിശുദ്ധ ഖുർആൻ ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്കിറങ്ങിയ അധ്യായമാണ് സൂറത്തുർ റൂമിലെ ആദ്യത്തെ ആയത്തുകൾ. എന്താ അല്ലാഹ് പറഞ്ഞത്? അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർൾ, അടുത്ത നാട്ടിൽ വെച്ച് റോമക്കാർ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, അവരാവട്ടെ തങ്ങളുടെ പരാജയത്തിന് ശേഷം അവരതാ വിജയം വരിക്കാൻ പോകുന്നു. ഫീ ബിദ്ഇ സിനീൻ, കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദ്, മുമ്പും ശേഷവും അല്ലാഹുവിൻ്റെ അടുത്താകുന്നു കാര്യങ്ങളെല്ലാം. വയൗമഇദി യഫ്റഹുൽ മുഅ്മിനൂൻ, അന്ന് സത്യവിശ്വാസികൾ സന്തോഷിക്കും. ബിനസ്രില്ലാഹി യൻസുറു മൻ യശാ, അല്ലാഹു അവൻ്റെ സഹായം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവരെ സഹായിക്കും. വഹുവൽ അസീസുർ റഹീം, അവൻ കരുണാവാരിധിയും അവൻ പ്രതാപവുമാകുന്നു. വഅദല്ലാഹ്, അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണിത്. ലാ യുഖ്ലിഫുല്ലാഹു വഅദ, അല്ലാഹു അവൻ്റെ വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ, ഭൂരിപക്ഷം ആളുകളും ഇതറിയുന്നില്ല. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം
നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഈ ആയത്തിറങ്ങിയതിന് ശേഷം ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു നോക്കുകയാണ്, റോമക്കാർ ഇനി ജയിക്കുകയോ? എന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് ഈ മുഹമ്മദും കൂട്ടരും പറയുന്നത്? പരാജയത്തിന്റെ കയ്പുനീർ അനുഭവിക്കുന്ന റോമക്കാർ ഇനി വിജയിക്കുകയോ? അതെ, 7 കൊല്ലം അഥവാ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ റോമ സാമ്രാജ്യം പേർഷ്യക്കാരെ തകർത്തെറിഞ്ഞുകൊണ്ട് വിജയം വരിക്കുന്ന കാഴ്ച സത്യവിശ്വാസികൾ കൺകുളിർക്ക കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ അധ്യായത്തിലെ മുസ്ലിമീങ്ങൾക്ക് സന്തോഷിക്കാൻ വക നൽകിയിട്ട് അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണത്. അവനവന്റെ വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. മുസ്ലിമീങ്ങളെ അല്ലാഹു പറഞ്ഞ മറ്റൊരു വാഗ്ദാനമാണ് വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിശ്വാസികളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ്. വിശ്വാസികളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു അവന്റെ കരാറ് ലംഘിക്കുന്നവനല്ല. കാത്തിരിക്കൊരൽപ്പനേരം. റോമക്കാർ പരാജയപ്പെട്ടപ്പോ പേർഷ്യക്കാരും ബഹുദൈവ വിശ്വാസികളും സന്തോഷിച്ചതിന് ആയുസ്സുണ്ടായിരുന്നില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ കാത്തിരിക്കണം വിശ്വാസികളെ, ക്ഷമയോടെ അള്ളാഹുവിൽ നന്ദി രേഖപ്പെടുത്തി റബ്ബിനെ ഓർത്ത്, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അള്ളാഹുവിലേക്ക് നിരന്തരമായി മടങ്ങുന്നവരായി നിലനിൽക്കാൻ കഴിഞ്ഞാൽ റബ്ബ് സഹായിക്കുമെന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് വ്യാകുലപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സഹായിക്കും. നമ്മൾ നന്ദിയുള്ളവരാവണം, നമ്മൾ ഓർക്കുന്നവരാവണം, നമ്മൾ തൗബ ചെയ്യുന്നവരാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നിരന്തരമായി റബ്ബിനെ ഇങ്ങനെ ഓർത്ത് അള്ളാഹുവുമായി അടുക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് ജില്ലാ റിലീഫ് ഫണ്ടാണ്. പാവങ്ങളായ ആളുകളെ സഹായിക്കാനുള്ള സ്വതക്കയാണ്. അത്തരം തബറുഅത്തിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കഷ്ടപ്പെടുന്നു. അള്ളാഹുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. റബ്ബിൻ്റെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിൽ ഐക്യപ്പെടാൻ ലോക മുസ്ലിമീങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام. ربنا آتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.